Hi, I am Roger Zeus, Managing Director of Alpha Academy and Genius Integrated School, Alapura. 2025 കേരള കീമിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് മെഡിക്കൽ സെക്ടർ ആവട്ടെ എഞ്ചിനീയറിംഗ് സെക്ടർ ആവട്ടെ ഏതൊരു സെക്ടറിലേക്കും ഒരു NRI സ്റ്റാറ്റസിൽ ഒരു അഡ്മിഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ NRI സ്റ്റാറ്റസ് നാം നേടിയെടുക്കണം. എന്താണ് NRI സ്റ്റാറ്റസ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്? നമുക്ക് എല്ലാ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ക്യാമ്പസുകളിലുമൊക്കെ NRI റിസർവേഡ് സീറ്റുകളുണ്ട്. ഇപ്പോൾ MBBSൻ്റെ കാറ്റഗറിയിലേക്കൊന്ന് വന്നാൽ MBBS കേരളത്തിൽ ഒരു ഗവൺമെൻറ് സീറ്റിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ 28,000 റുപ്പീസ് ഫീസ് മാത്രമാണുള്ളത്. ഇനി അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 lakh റുപ്പീസ് അറൗണ്ടാണ് ഫീസ് വരുന്നത്. ഇനി ആ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ തന്നെ NRI സീറ്റിലേക്ക് വന്നാൽ 20 lakhs റുപ്പീസാണ് ഫീസ് വരിക. അപ്പോൾ ആ 20 lakhs ഫീസ് മുടക്കി NRI സീറ്റിൽ ഒരു MBBS പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെ പേരൻസിന് ഈ NRI സ്റ്റാറ്റസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യാം. ഇപ്പം 2024 നാം ഒന്ന് നോക്കിയാൽ NRI സീറ്റിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ NRI സീറ്റിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് NRI സ്റ്റാറ്റസിൻ്റെ ഒന്നും ആവശ്യം വരില്ല, നല്ല മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു NRI സ്റ്റാറ്റസിനുള്ള എലിജിബിലിറ്റി ഇപ്പോൾ തന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് നേടിയെടുക്കുന്നതാണ് നല്ലത്. ഇൻ കേസ് നമുക്കൊന്ന് മാർക്ക് ഒരല്പം കുറഞ്ഞു പോയാലും പിന്നീട് നമുക്ക് NRI സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ NRI സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന എല്ലാ പേരൻസും ഈ 5 ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് NRI സ്റ്റാറ്റസ് നേടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി NRI സ്റ്റാറ്റസിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 5 ഡോക്യുമെൻസുകളെ കുറിച്ച് നാം പറഞ്ഞു. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കീമിൻ്റെ പ്രോസ്പെക്ടസിൽ പറയുന്നത് 59th 60th പേജിലായി NRI സ്റ്റാറ്റസിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഈ കാൻഡിഡേറ്റിൻ്റെ ഒരു വിദ്യാർത്ഥിയാണല്ലോ NRI സീറ്റിൽ പഠിക്കാൻ പോകുന്നത്, ആ വിദ്യാർത്ഥിയുടെ ആ കാൻഡിഡേറ്റിൻ്റെ ഫാദർ അല്ലെങ്കിൽ മദർ ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാൾ NRI സ്റ്റാറ്റസിൽ ജോലി ചെയ്യുന്നവരായിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്പോൺസർ. ഈ സ്പോൺസർ എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷനിലുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇനി ബ്ലഡ് റിലേഷനിലുള്ള ഒരു സ്പോൺസർ എന്ന് പറഞ്ഞാൽ ഈ സ്പോൺസർ ഈ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് ക്യാഷ് മുടക്കുകയോ ഫണ്ട് കോളേജിലേക്ക് അടയ്ക്കുകയോ ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു സ്പോൺസർ ആകണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ കാൻഡിഡേറ്റിൻ്റെ സ്പോൺസർ ആകാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ അഡ്മിഷൻ ടൈമിൽ ആ സ്പോൺസറുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അടയ്ക്കുക അല്ലെങ്കിൽ NRI അക്കൗണ്ടിൽ നിന്ന് പൈസ അടയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു NRI സ്റ്റാറ്റസ് ഒരു കാൻഡിഡേറ്റ് ലഭിക്കണമെങ്കിൽ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഒരു ബ്ലഡ് റിലേഷനുള്ള ഒരു സ്പോൺസർ ഈ കാൻഡിഡേറ്റിന് ഉണ്ടാവണം. ഇതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഇനി ഈ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെൻസുകൾ എന്താണ്? ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പാസ്പോർട്ട് ഉണ്ടാവണം, അതിനോടൊപ്പം വിസ ഉണ്ടാവണം. ഈ പാസ്പോർട്ട് ഫാദറിൻ്റെയോ മദറിൻ്റെയോ അല്ലെങ്കിൽ സ്പോൺസറുടെ ആദ്യമാവട്ടെ പാസ്പോർട്ട് ഉണ്ടാവുക. ഇനി ഇതിനോടൊപ്പം വിസ ഉണ്ടാവണം. എന്ത് ജോബാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഈ വിസയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പം അത് മൂന്ന് പേരിൽ ആർക്കാണോ വിസ ഉള്ളത് ആ വിസയിൽ ജോബ് മെൻഷൻ ചെയ്തിട്ടുള്ള വിസ ആയിരിക്കണം നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് നമുക്ക് നമ്മുടെ വിസയിൽ ജോബ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എംബസിയുടെ ലെറ്റർ ഹെഡിൽ നമ്മൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത് അവിടുത്തെയുള്ള എംബസിയുടെ ലെറ്റർ ഹെഡിൽ ജോബ് മെൻഷൻ ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എംബസിയിൽ നിന്നും അറ്റസ്റ്റ് ചെയ്ത് നാം വാങ്ങണം. ഇല്ലെങ്കിൽ NRI സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മതിയാവും. അപ്പോൾ ഈ 2 ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്കവിടെ ഒരു എംപ്ലോയി ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് ആദ്യമായി വേണ്ടത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിസയുടെ നമുക്ക് ആരാണോ സ്പോൺസർ ആകുന്നത്, ഫാദറോ മദറോ സ്പോൺസർ ആരുമാകട്ടെ, അവരുടെ വിസയുടെ വാലിഡിറ്റി ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം വരെ നമുക്കറിയാം. ഈ മെയിൽ എക്സാമിനേഷൻ കഴിഞ്ഞാലും നമുക്ക് റിസൾട്ട് വന്ന് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് ഇങ്ങനെ എല്ലാ റൗണ്ടുകളും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിസംബർ, ജനുവരി വരെയൊക്കെ അഡ്മിഷൻ പ്രൊസീജിയർ നീണ്ടു പോവാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഡ്മിഷന് വേണ്ടി നാം കോളേജിൽ ചെല്ലുന്ന സമയത്ത് വരെ വാലിഡിറ്റിയുള്ള ഒരു വിസ ആയിരിക്കണം ഈ സ്പോൺസറുടേത് അല്ലെങ്കിൽ പേരൻസിൻ്റെത്. അപ്പോൾ അങ്ങനെ വാലിഡിറ്റിയുള്ള വിസയാണോ നാം സബ്മിറ്റ് ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കേസ് അത്രയും വാലിഡിറ്റി ഇല്ലാത്തൊരു വിസയാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അതും നമുക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ആ സമയത്ത് നമുക്കൊരു മെമ്മോ വരുമ്പോൾ വീണ്ടും വിസ പുതുക്കിയിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വിസ പുതുക്കാനായിട്ട് പോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ വാലിഡിറ്റിയുള്ള ഒരു വിസ ആയിരിക്കണം സെക്കൻഡ് ഡോക്യുമെൻ്റായി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. തേർഡ് ഡോക്യുമെൻ്റായിട്ട് നമുക്ക് വേണ്ടത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. ആ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ കാൻഡിഡേറ്റിൻ്റെ ഫാദറോ മദറോ ആണ് NRI എങ്കിൽ അതിന് നമുക്ക് 10th മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റാസ് ഉള്ള ആ ഷീറ്റ് മതിയാവും നമുക്ക് ഈ ഡോക്യുമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ. ഇനി അതല്ല, ഫാദറോ മദറോ അല്ല അവിടെ സ്പോൺസർ ആകുന്നത്, ഒരു ബ്ലഡ് റിലേഷനിലുള്ള വേറെ ഒരു വ്യക്തിയാണ് ഇവിടെ സ്പോൺസറായി മാറുന്നതെങ്കിൽ അവിടെ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിനായി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കീമിൻ്റെ പ്രോസ്പെക്ടസിൽ 244th പേജിൽ ഒരു റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം വില്ലേജ് ഓഫീസിൽ നിന്നും ഈ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റ് നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഡോക്യുമെന്റ് നമുക്ക് വേണ്ടത് ഒരു അഫിഡവിറ്റ് ആണ്, സത്യവാങ്മൂലം. ഇവിടെ സ്പോൺസർ അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിൻ്റെ സ്പോൺസറായി മാറുന്നത് ഫാദറോ മദറോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ള ഒരു സ്പോൺസറോ ആണെങ്കിൽ അവർ ഇപ്പം നാട്ടിലാണുള്ളതെങ്കിൽ ഇവിടെ നിന്നൊരു 200 rupees ഒരു രജിസ്റ്റർ പേപ്പർ അത് കളക്ട് ചെയ്യുക, നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം. ഇവിടെ ഈ നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുന്ന 200 രൂപ പത്രത്തിൽ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിന്റെ 254th പേജിൽ 254th പേജിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഈ നോട്ടറി അറ്റസ്റ്റ് ചെയ്യേണ്ട പേപ്പറിലേക്ക് 200 rupees പേജിലേക്ക് നാം എൻ്റർ ചെയ്തതിന് ശേഷം നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് ഈ സ്പോൺസറോ അല്ലെങ്കിൽ ഫാദറോ മദർ ആരാണോ അവർ NRI സ്റ്റാറ്റസ് ഉള്ളത് അവർ അത് സൈൻ ചെയ്ത് ഈ ഡോക്യുമെൻ്റ് നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സ്പോൺസർ അല്ലെങ്കിൽ ഫാദർ ഓർ മദർ NRI സ്റ്റാറ്റസ് ഉള്ള വ്യക്തി ഇപ്പോൾ വിദേശത്താണ് ഉള്ളതെങ്കിൽ ഈ സെയിം ഫോർമാറ്റ് 200 rupees പത്രം വേണ്ട, ഒരു വെള്ള പേപ്പറിൽ ഈ പ്രിൻ്റ് എടുത്തതിന് ശേഷം ഈ ഡീറ്റെയിൽസ് പ്രിൻ്റ് എടുത്തതിന് ശേഷം അത് അവിടെ എംബസി കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ പേപ്പറാണ് നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു NRI സ്റ്റാറ്റസ് നമുക്ക് കേരളത്തിൽ മെഡിക്കൽ സെക്ടറിലേക്കോ എഞ്ചിനീയറിംഗ് സെക്ടറിലേക്കോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിങ്ങിൻ്റെയും കൂടെ NRI സ്റ്റാറ്റസ് നാം കൊടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസുകളെ കുറിച്ചാണ് നാം ഈ മനസ്സിലാക്കിയത്. ഇത്രയും ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കാൻഡിഡേറ്റിന് ഒരു NRI സ്റ്റാറ്റസ് നേടിയെടുക്കാം. NRI സ്റ്റാറ്റസ് ലഭിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മെഡിക്കൽ സെക്ടറിലോ എഞ്ചിനീയറിംഗ് സെക്ടറിലോ ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ NRI സീറ്റിൽ അവിടെ ഉയർന്ന ഫീസായിരിക്കും. ആ ഫീസ് വയബിൾ ആകുന്ന പേരൻസിന് ഇപ്പോൾ തന്നെ സ്റ്റാറ്റസ് നേടിവെക്കുക. പിന്നീട് നമുക്കൊരു NRI സ്റ്റാറ്റസിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ഈ NRI സ്റ്റാറ്റസ് കിട്ടി എന്ന് വിചാരിച്ചിട്ട് ആ കാൻഡിഡേറ്റിന് NRI സീറ്റിൽ മാത്രമല്ല അഡ്മിഷൻ, ആ കുട്ടിക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ ജനറൽ സീറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ നോർമൽ പാറ്റേണിൽ അഡ്മിഷൻ കിട്ടും. ഇതൊന്നും നമുക്ക് കിട്ടാത്തൊരു മാർക്കിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് NRI സീറ്റിൽ കൺസിഡർ ചെയ്തുള്ളൂ. അതുകൊണ്ട് NRI സ്റ്റാറ്റസ് നേടി എന്ന് വെച്ചിട്ട് എനിക്കൊരു നോർമൽ സീറ്റിൽ അഡ്മിഷൻ കിട്ടാതെ വരുമോ എന്നും പേരൻസ് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ NRI ഒരു സീറ്റിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റോ പേരൻസോ ഉണ്ടെങ്കിൽ നിർബന്ധമായും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ് നേടിയെടുക്കുക, അഡ്മിഷൻ നേടാനായി ശ്രമിക്കുക. ഇതിനോടൊപ്പം നല്ല മാർക്കിൽ എത്തുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ആ നല്ല മാർക്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ഈ മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിംഗിൻ്റെയും എൻട്രൻസ് പരീക്ഷകൾക്ക് ക്രാഷ് കോഴ്സ് ഹൈബ്രിഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യവും ആൽഫ അക്കാഡമി ഒരുക്കുന്നുണ്ട്. ആൽഫയുടെ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിലോ ഫോണിലോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലൈവ് ക്ലാസ്സുകളിലൂടെ നല്ല സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു പേഴ്സണൽ അറ്റൻഷനോടുകൂടി ഏത് രാജ്യത്തും കേരളത്തിനകത്തുമുള്ള വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ കെയറോടുകൂടി പഠിക്കാം. ഇതിനോടൊപ്പം ഓഫ്ലൈൻ ക്ലാസ്സായി പഠിക്കാനും ആൽഫ അക്കാഡമി സൗകര്യം ഒരുക്കുന്നുണ്ട്. ഏറ്റവും നന്നായി പഠിച്ചുയരാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. All the best.